ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഡീലാൻഡ് ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഇഫ്താർ പരിപാടി നടക്കുന്നുണ്ട് ഇന്ന്. അപ്പോൾ എല്ലാ വർഷവും നടക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഇത് നടക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി വിപുലമായിട്ടാണ്, എല്ലാ വർഷത്തെ പോലെയല്ല. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ശക്തമായ കടൽക്കാറ്റ് മൈക്കിനെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ടിന് ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബീച്ചിലാണ്. ഇവിടെ ഓടങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെ അതിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് വള്ളങ്ങളുണ്ട്. ഇപ്പം കല്ലുമക്കൈന്റെ സീസൺ ആയതുകൊണ്ട് ഞാൻ മെനക്കാതായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അത് പ്രകാരം കണ്ടമാനം ഓടങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വേണ്ടത്ര സ്പേസ് ഇവർ ഒരുക്കുന്നുണ്ട്. പല വാടക സ്റ്റോറുകാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളെ സാഹചര്യം ഇവിടെ വാടക സ്റ്റോറിലുള്ള 200 പേർക്ക് ഇരിക്കാൻ പറ്റുമോ അല്ലേ? അല്ല, ഈ ഒരു വാടക സ്റ്റോറിന് ഇതെല്ലാം വാടക സ്റ്റോർ തന്നത് നമുക്ക് ചെമ്പു ഐറ്റംസ് തന്നത് KRM വാടക സ്റ്റോർ നമ്മളെ മദർസിന്റെ നടത്തിപ്പോയിരുന്നെ. പിന്നെ നമുക്ക് ലൈറ്റും കാര്യം തന്നെ വടകര വീട്ടിക്ക് വാടക സ്റ്റോർ. പിന്നെ അത്യാവശ്യം വയറും കാര്യം പ്ലാസ്റ്റിക് മറ്റേതും തന്നെ GLS വടകര. പിന്നെ 3 വാടക സ്റ്റോർ കൂടിയിട്ട് നമ്മളെ സഹകരിച്ചത്. ഈ ചായ ഫ്ലാസ്ക് ഒക്കെ തന്നത് GLS വടകര. അപ്പൊ എന്തായാലും സാജറിന്റെ ഒരു ഡിസൈനിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇതാണ് കേട്ടാ ഇന്നത്തെ റമദാൻ ഡീലാൻഡ് ബീച്ച് ഇഫ്താർ പാർട്ടി. എല്ലാവരുടെ സഹകരണമാണ് ഈ നോമ്പ് വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അല്ലാതെ ഒരു പിരിവ് നടത്തിയിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മളെ സമൂഹമായിട്ട് എല്ലാവരും ഏറ്റെടുത്തിട്ട് നാട്ടിൽ ഓരോ ആൾക്കാരെ കണ്ടിട്ട് ഓലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോമ്പോരാണ്. ഗംഭീരാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായിട്ടല്ല നടത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? കാരണം ഓരോ വർഷം കഴിയുന്നവരും അതിങ്ങനെ വർദ്ധിച്ചു വരും അല്ലേ? അതിന് മാറ്റങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ. അല്ല, ഇപ്രാവശ്യത്തെ നമ്മളെ പരിപാടി ഉണ്ടല്ലോ, ഇവിടെ നടത്തുന്ന ഇഫ്താർ പരിപാടി, ആ പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചത്. വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു, അതിനും കുറച്ച് വിപുലമായിട്ടാണ് ഇതിപ്പോൾ ഒരു 2-3-4 വർഷത്തോളമായി ഇവിടെ തുടങ്ങി. 2 വർഷമായി വിപുലമായി നടത്താൻ തീരുമാനിച്ചത്. ഓക്കെ. നമ്മൾ വലിയ ആൾക്കാരും എല്ലാവരും സ്ഥലത്തുള്ള എല്ലാവരും ചേർത്തിട്ടാണ് ഈ ഒരു പരിപാടി. ഇതിന് മുന്നേ നമ്മൾ ചെറിയ പരിപാടി നടത്തുന്നത്. ഇപ്രാവശ്യം കുറച്ചുകൂടി വലുതായിട്ടുണ്ട്. ഗംഭീരമായിട്ട് കാലങ്ങളിൽ ഇതിലും വലുതായിട്ട് തീർച്ചയായിട്ടും വർഷങ്ങൾ കഴിയുന്നോറും വലിയ പരിപാടി. ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാർ അതിലും കൂടെ ഇനി അടുത്ത വരുന്ന വർഷങ്ങളിൽ നമ്മൾ ഇതിലും വലിയ പരിപാടി നടത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അതാണ് പ്രവാസികൾ കുറവായിരുന്നു ഇപ്രാവശ്യം. പ്രവാസികൾ കൂടുതലാണ് അല്ലേ? നമ്മള് അടിപൊളിയൊക്കെ കഴിക്കും. ഉഷാറായി കഴിക്കണം. അടിപൊളി, ഇതുവരെ അടിപൊളിയാണ്. ഇനി നമുക്ക് നോമ്പ് തുറക്കണം ഇൻഷാ അല്ലാഹ്. ഓരോ കൊല്ലം കഴിയും തോറും വിപുലമായിട്ടല്ലേ വർഷം തോറും നടത്തിവരുന്ന അതിവിപുലമായ ഇഫ്താർ മീറ്റാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏകദേശം ഒരു 3 വർഷത്തോളമായി ഈ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നു. ഒരു ജനകീയമായി എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളും പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഇഫ്താർ കൂട്ടായ്മയാണിത്. നല്ലൊരു കൂട്ടായ്മയുടെ ഉഷാറായിട്ട് അടുത്ത ഇതേപോലെ കഴിയാൻ വേണ്ടി നമ്മളെ നസീർ കടന്നു വരുന്നത് കേട്ടാ. അള്ളാ ഷംസുൽ ഉലമ റിലീഫ് സെല്ലിന്റെ പ്രധാന ആളാ. കയറിയിരിക്കൂ, എല്ലാവരും കടന്നുവരോ. അല്ല വാ. ജാബിറാണ് കേട്ടോ മജ്ബൂസ് വെക്കുന്ന കിടിലം മജ്ബൂസ്, ചിക്കൻ മജ്ബൂസ് ഇതാ. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ മനം മൊരിഞ്ഞ് പോരുന്നത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡിയല്ലേ? പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് അറിയില്ലല്ലോ.
2 പ്രാവശ്യം ഘട്ടം ഘട്ടമായിട്ട് വരുന്നുണ്ട്. എന്താണ് സംഭവം? പത്തക്കള്ള്. താലപ്പൊലി വരുന്നുണ്ട്. അതെ അതെ, ഫ്രൂട്ട്സ്. ഇതെന്താ ജ്യൂസ്? അതും പത്തൊക്കെ തന്നെയല്ലേ? യെസ്. ഐസിന്റെ കടപ്പ് കണ്ടിട്ട് കടന്നു പോകുന്നുണ്ട്. കടന്നു പോയിട്ട് അങ്ങനെ അടിപൊളിയല്ലേ? സൂപ്പർ. യെസ്, നമ്മളെ കുറേശ്ശി ചുക്കാൻ പിടിക്കുന്ന കേട്ടാ. വെയിറ്റ് ഇല്ലാത്ത നോക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ടീമ് ഷാറിനല്ലേ? ഷാറിനല്ലേ? അപ്പോൾ വേണ്ടുന്ന വിഭവങ്ങൾ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ആ വിഭവങ്ങളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാൻ കിട്ടും അല്ലേ വേണ്ട മീൻ എല്ലാത്തിനും കയറിയിരിക്കാൻ പറ. ഉള്ളിൽ കയറിയിരിക്കാൻ പറ. ആ പോകുന്നു മജ്ബൂസ്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ളൊരു ടൈമായി. നോമ്പ് തുറക്കാനുള്ളൊരു ടൈമാണിത്. പ്രതീക്ഷ പോലെ തന്നെ നല്ലൊരാൾ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അതന്നെ മെമ്പർ ഉണ്ട് കേട്ടോ, ബ്ലോക്ക് മെമ്പർ ഷംസു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഉഷാറായിക്കല്ലേ പ്രാവശ്യം? ഓക്കെ അല്ലേ? മാഷാ അല്ലാഹ്, സൂപ്പർ. അതെ, ഓരോ വർഷവും വിപുലമാട്ടെ. അതെ, അടിപൊളി എന്താ പറയാനുള്ളത്? ഉഷാറിനല്ലേ പ്രാവശ്യം? അടിപൊളിയല്ലേ അല്ലേ? ആ അതന്നെ എടുത്തെടുത്ത് കൊടുത്ത് റിയാസേ. അടിപൊളി അടിപൊളി. നിനക്ക് ലക്ഷം വെള്ളമാണല്ലോ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുത്ത്
പഴംപൊരിയോ? ഡീലാൻജ് ബീച്ചിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ നോമ്പുതുറ പ്രൗഢഗംഭീരമായിരുന്നു. സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഉഷ്ണമായ കൂട്ടായ്മ സൗഹാർദ്ദത്തിൻ്റെ ഒരു ചരിത്രം അരിക്കടലിൻ്റെ കടലോരത്ത് തീർക്കണം ചെയ്തിട്ടുള്ളത്. കൂട്ടായ്മയിൽ പിന്തുണച്ച എല്ലാവർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉണ്ട്. ഒന്നിച്ച് നോമ്പ് അല്ലേ? പിന്നെ അടുത്ത ഒരു ഉഷാറുണ്ട്. അതെ അതെ. എങ്ങനെയുണ്ട്? ഉഷാറാക്കില്ല? അടിപൊളി നോമ്പാ. ഒന്നിങ്ങോട്ട് പറഞ്ഞോളൂ. ഗംഭീരല്ലേ? ഉഷാറാവുന്നു വിചാരിച്ചില്ല. ഇല്ലല്ലേ? മാഷാ അല്ലാ. കാരണം ഓരോ വർഷം കഴിയുന്നേരം വിപുലമായിട്ട് വരികയാണ്. പ്രാവശ്യം കുറച്ചൊന്ന് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഉഷാറാവട്ടെ ഇൻഷാ അല്ലാ. ആ പ്രാർത്ഥന ഒന്നും ഉണ്ടാണ്. ആമീൻ. റാത്തന്നല്ലേ? അതല്ലേ. ഈ രണ്ടിലാണ് എൻ്റെ ചായ വന്നത് കേട്ടാ. ഈ രണ്ട് പാത്രങ്ങളിൽ ചായയും അതിൻ്റെ ചായൻ്റെ ഗ്ലാസ്സുമാണ്. കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വൃത്തിയാക്കും. അതാണ് നമ്മുടെ കുട്ടികൾ. കാരണം ഡീലാൻഡ് ബീച്ചിലുള്ള നല്ല ചുണക്കുട്ടികൾ അവർ എപ്പോഴും ബീച്ചിൽ ഒരു പരിപാടി കഴിഞ്ഞാലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് പോകും. അതന്നെ എല്ലാം സെറ്റപ്പായി. അതാണ് നമ്മളെ ബീച്ച് കേട്ടാ. അതാണ് ഡീലാൻഡ് ബീച്ച്. പരിപാടി കഴിഞ്ഞിട്ട് പോലും കാണില്ല. അതന്നെ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അല്ലേ? നാളെ നോക്കുമ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്തൊരു ഗംഭീരമായിട്ട് നമുക്ക് നടത്താം. ഇൻഷാ അല്ലാ, തീർച്ചയായിട്ടും. അടുത്ത വീഡിയോ ഇങ്ങനെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി റംളാൻ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.